ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയുടെ ഭാഗമായ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്. നമ്മളുടെ ശരീരത്തിലെ കിഡ്നികൾ എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളെയാണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. The group of tests used to assess the functioning of kidney is called renal function test. കിഡ്നിയുടെ ഫംഗ്ഷനെ, കിഡ്നിയുടെ പ്രവർത്തനത്തെ വിലയിരുത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളുടെ കൂട്ടത്തിനെ, ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളെയാണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്കറിയാം, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോർമേഷൻ ഓഫ് യൂറിൻ എന്നുള്ളതാണ്. യൂറിനെ ഉൽപ്പാദിപ്പിക്കുക, മൂത്രത്തെ ഉൽപ്പാദിപ്പിക്കുക. ഈ യൂറിനിൽ കൂടി ശരീരത്തിലുണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസ്, ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ, ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഏറ്റവും പ്രധാനമായ ഫംഗ്ഷൻ. ഏതെങ്കിലും രീതിയിൽ ഇപ്രകാരമുള്ള ആ പുറന്തള്ളൽ പ്രക്രിയ, അതായത് യൂറിൻ ഫോർമേഷൻ തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസ്, ഹാംഫുൾ ആയിട്ടുള്ള പല വേസ്റ്റ് മെറ്റീരിയൽസും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിക്കുകയും അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്യപ്പെടാം. ഇപ്രകാരം നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് കിഡ്നി നിർവഹിക്കുന്നത്. ഇപ്രകാരം ഏതെങ്കിലും രീതിയിൽ കിഡ്നിയുടെ ഫങ്ഷൻ തടസ്സപ്പെട്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ നടക്കാതെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നാം ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് യൂസ്ഡ് ടു അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക. ദ ഫംഗ്ഷനിങ് ഓഫ് കിഡ്നി ഈസ് കോൾഡ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. കിഡ്നിയെ ബാധിക്കുന്ന ചില രോഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നെഫ്രൈറ്റിസ്, നെഫ്രോസിസ്, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, റീനൽ കാൽക്കുലൈ മാലിഗ്നൻസി തുടങ്ങിയവ കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുള്ള ചില രോഗങ്ങളാണ്. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നെഫ്രോണുകൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, വീക്കം, അതിനാണ് നാം നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. നെഫ്രോസിസ് എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന ഡാമേജ് ആണ്. നെഫ്രോണുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ്, പല കാരണങ്ങൾ കൊണ്ട് നെഫ്രോസിസ് ഉണ്ടാകാം. നാം മുൻ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, ഡയബറ്റിസ് മെലിറ്റസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ നെഫ്രോണുകളുടെ മെംബ്രെയിൻ സെല്ലുകളിൽ ഉണ്ടാകുന്ന ഡാമേജ്, അതിന്റെ ബേസ്മെന്റ് മെംബ്രെയിൻ സെല്ലുകൾ ഉണ്ടാകുന്ന ഡാമേജ് വഴി അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നിർവഹിക്കാൻ വരാതെ വരാം. നാം അതിനെ നെഫ്രോപ്പതി എന്ന് വിളിച്ചിരുന്നു. ആ നെഫ്രോപ്പതി എല്ലാം നെഫ്രോസിസിന് കാരണമാകാം. മറ്റു പല കാരണങ്ങൾ കൊണ്ട് കിഡ്നിയിൽ ഉണ്ടാകുന്ന, നെഫ്രോണിൽ ഉണ്ടാകുന്ന ഡിറ്റീരിയേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചുകളാണ് നെഫ്രോസിസിന് കാരണമാകുന്നത്. മറ്റൊന്ന് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആണ്. ഗ്ലോമർലസ് എന്താണെന്ന് നമുക്കറിയാം. നെഫ്രോണിന്റെ ബൗമാൻസ് ക്യാപ്സ്യൂളിന് ഉള്ളിൽ കാണുന്ന കാപ്പിലറികൾക്കാണ് നാം ഗ്ലോമർലസ് എന്ന് പറയുന്നത്. ആ ഗ്ലോമർലസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, കിഡ്നിയിൽ പല സിസ്റ്റുകൾ ഫോം ചെയ്യുക. ആ സിസ്റ്റുകൾ കിഡ്നിയുടെ ഫംഗ്ഷനെ തടയാം. അതിന് നാം പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. ദെൻ റീനൽ കാൽക്കുലൈ. റീനൽ കാൽക്കുലൈ എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺസ്, മൂത്രത്തിൽ കല്ല് എന്നൊക്കെ നാം പറയുന്ന റീനൽ സ്റ്റോണുകൾ. ദെൻ മാലിഗ്നൻസി, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കിഡ്നിയെ ബാധിക്കാം. ഇവയാണ് സാധാരണ കാണാൻ സാധ്യതയുള്ള റീനൽ അഥവാ കിഡ്നി ഡിസീസുകൾ. ഇനി RFT അഥവാ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അത് ഷോർട്ട് ഫോമിൽ RFT എന്നാണ് അറിയപ്പെടുന്നത്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകൾ. ഈ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധാരണ ലാബുകളിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് എസ്റ്റിമേഷൻ ഓഫ് ബ്ലഡ് യൂറിയ, എസ്റ്റിമേഷൻ ഓഫ് ക്രിയാറ്റിനിൻ, എസ്റ്റിമേഷൻ ഓഫ് യൂറിക് ആസിഡ്, ക്ലിയറൻസ് ടെസ്റ്റ്, എസ്റ്റിമേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, യൂറിൻ അനാലിസിസ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, ഡൈല്യൂഷൻ ടെസ്റ്റ് മുതലായവ.
ഇതിൽ എസ്റ്റിമേഷൻ ഓഫ് ബ്ലഡ് യൂറിയ അതാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലഡിൽ കാണുന്ന യൂറിയയുടെ അളവ് നാം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഉള്ള ബാക്കിയുള്ള എസ്റ്റിമേഷൻ ടെസ്റ്റുകളാണ് ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് മുതലായവ. പിന്നീടുള്ളവ ക്ലിയറൻസ് ടെസ്റ്റുകളാണ്. ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ എങ്ങനെ നമ്മളുടെ കിഡ്നികൾക്ക് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ കഴിയുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നാം ക്ലിയറൻസ് ടെസ്റ്റുകൾ എന്ന് പറയുക. Then estimation of electrolytes. ഇലക്ട്രോലൈറ്റ്സിൽ സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ്, ക്ലോറൈഡ് തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ എസ്റ്റിമേഷൻ. അതിൽ പ്രധാനപ്പെട്ടത് സോഡിയവും പൊട്ടാസ്യം ഇലക്ട്രോലൈറ്റിന്റെ എസ്റ്റിമേഷൻ ആണ്. യൂറിൻ അനാലിസിസ് നാം ഓൾറെഡി പഠിച്ചതാണ്. യൂറിൻ അനാലിസിസ് കിഡ്നിയുടെ ഫംഗ്ഷൻ അനലൈസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് യൂറിൻ അനാലിസിസ്. ആ യൂറിൻ അനാലിസിന്റെ ഭാഗത്ത് നാം മനസ്സിലാക്കിയിരുന്നു യൂറിനിൽ കാണുന്ന ആൽബുമിന്റെ പ്രസൻസ് അല്ലെങ്കിൽ പ്രോട്ടീന്റെ പ്രസൻസ് എന്ന് പറയുന്നത് കിഡ്നി രോഗത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നീടുള്ളത് കോൺസെൻട്രേഷൻ ഡൈല്യൂഷൻ ടെസ്റ്റ്. ഈ ടെസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിഡ്നിക്ക് ജലാംശം എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നു. അതായത് കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ വെള്ളത്തിനെ പുറന്തള്ളണം. അത് കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ്. അതുപോലെ വെള്ളത്തിന്റെ അംശം നമ്മുടെ ശരീരത്തിലേക്കുള്ള വാട്ടർ ഇൻടേക്ക്, ജലാംശം നാം കഴിക്കുന്നത് കുറയുമ്പോൾ പുറത്തേക്ക് വിടുന്ന ജലാംശവും കുറയ്ക്കണം. അതിനാണ് നാം കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ബൈ കിഡ്നി എന്ന് പറയുന്നത്. അതെല്ലാം കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ നോർമൽ ആയിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ കിഡ്നി കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ഈ ടെസ്റ്റുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റുകൾ. ഇന്ന് ഈ ചാപ്റ്ററിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് എസ്റ്റിമേഷൻ ഓഫ് യൂറിയ എന്ന ഭാഗമാണ്. യൂറിയ എസ്റ്റിമേഷൻ. യൂറിയ എസ്റ്റിമേഷന് മുമ്പ് ആദ്യം എന്താണ് യൂറിയ എന്ന് നാം മനസ്സിലാക്കണം. നമ്മളുടെ ശരീരത്തില് ബയോകെമിക്കൽ കോമ്പൗണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ദെൻ വൈറ്റമിൻസ്, ഹോർമോൺസ് എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബോഡിയാണ്. നമ്മുടെ ശരീരത്തെ നിർമ്മിക്കുന്ന ഘടകങ്ങളെയാണ് പൊതുവെ നാം പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. പ്രോട്ടീനുകളുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അമിനോ ആസിഡുകളാണ്. അപ്പൊ അതുകൊണ്ട് പ്രോട്ടീൻ മെറ്റബോളിസത്തില് ഏറ്റവും അവസാനമായിട്ട് നാം കണക്കാക്കേണ്ടത് ഈ അമിനോ ആസിഡിന്റെ മെറ്റബോളിസം ആണ്. അങ്ങനെ ഈ അമിനോ ആസിഡിന്റെ കാറ്റബോളിസം ഫലമായി, കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു മെറ്റബോളിസത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, കാറ്റബോളിസവും അനാബോളിസവും. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട്, ഒരു മോളിക്യൂൾ നിർമ്മിക്കുന്നതിനെ നാം അനാബോളിസം എന്നും ആ നിർമ്മിച്ച കോമ്പൗണ്ടിനെ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നാം അതിന്റെ ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ശരീരത്തിൽ നിന്നും അപജയപ്പെടുത്തുന്ന ആ പ്രവർത്തനത്തെ നാം കാറ്റബോളിസം എന്നാണ് വിളിക്കുക. മുമ്പ് നാം പഠിച്ചിരുന്നു ലിപ്പിഡിന്റെ കാറ്റബോളിസത്തിന്റെ ഫലമായിട്ടാണ് ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി, ആ കാറ്റബോളിസം ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നിന്നു പോകുമ്പോഴാണ് കീറ്റോൺ ബോഡീസ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കിയിരുന്നു. അതേപോലെ പ്രോട്ടീന്റെ കാറ്റബോളിസത്തിന്റെ എൻ പ്രോഡക്റ്റ്, പ്രോട്ടീൻ കാറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ പ്രോട്ടീനെ നമ്മുടെ ശരീരം കാറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഉണ്ടാകുന്ന ആ പ്രോഡക്റ്റ് ആണ് യൂറിയ. യൂറിയ ആയിട്ടാണ് ഈ പ്രോട്ടീൻ കാറ്റബോളിസത്തിന്റെ എൻ പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്. 50% ഓഫ് നോൺ പ്രോട്ടീൻ നൈട്രജൻ ഇൻ ബ്ലഡ് ഈസ് യൂറിയ. നമ്മുടെ ബ്ലഡിൽ കാണുന്ന നോൺ പ്രോട്ടീൻ നൈട്രോജിനസ് സബ്സ്റ്റൻസ്. നോൺ പ്രോട്ടീൻ നൈട്രോജിനസ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രോട്ടീനുകളെല്ലാം നൈട്രോജിനസ് സബ്സ്റ്റൻസ് ആണ്. അമിനോ ആസിഡിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അതുകൊണ്ട് എല്ലാ പ്രോട്ടീനുകളും നൈട്രോജിനസ് ആണ്. ബ്ലഡിൽ കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഒക്കെ നൈട്രോജിനസ് ആണ്. അങ്ങനെയുള്ള നൈട്രോജിനസ് പ്രോട്ടീനുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നൈട്രോജിനസ് സബ്സ്റ്റൻസ് പ്രധാനമായിട്ട് യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ മുതലായവയാണ്. ഇങ്ങനെയുള്ള പ്രോട്ടീൻ ഒഴികെയുള്ള നൈട്രോജിനസ് സബ്സ്റ്റൻസുകളുടെ 50% യൂറിയയാണ് ഫോം ചെയ്യുക. അപ്പൊ നമ്മുടെ ബ്ലഡിൽ കാണുന്ന നോൺ പ്രോട്ടീൻ നൈട്രോജിനസ് വസ്തുക്കളുടെ 50% യൂറിയ ആണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, യൂറിയ
പ്രോട്ടീന്റെ കാറ്റബോളിസത്തിന്റെ എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിയ. 50% നോൺ പ്രോട്ടീൻ നൈട്രോജീനസ് സബ്സ്റ്റൻസും യൂറിയ ആണ് നമ്മൾ ബ്ലഡിൽ കാണുന്നതിൽ. അമോണിയ produced by protein catabolism combined with carbon dioxide to form urea by Krebs-Henseleit cycle in liver and released into blood. എങ്ങനെയാണ് യൂറിയ ഫോം ചെയ്യുന്നത്? യൂറിയ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കാറ്റബോളിസത്തിന്റെ ഫലമായിട്ട് ശരീരത്തിൽ അമോണിയ ഫോം ചെയ്യുന്നു. ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ക്രെബ്സ്-ഹെൻസ്ലൈറ്റ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സൈക്കിളിൽ പ്രവേശിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും ചേർന്ന് ക്രെബ്സ്-ഹെൻസ്ലൈറ്റ് സൈക്കിൾ വഴി ലിവറിൽ വെച്ച് യൂറിയ ഫോം ചെയ്യുന്നു. യൂറിയ ഫോം ചെയ്യണമെങ്കിൽ അതിന്റെ അസംസ്കൃത വസ്തുവായ അമോണിയ പ്രോട്ടീൻ കാറ്റബോളിസിന് ലഭ്യമാകുന്നു. അത് കാർബൺ ഡൈ ഓക്സൈഡുമായി ഒരു സൈക്ലിക് പാത്വേയിൽ ക്രെബ്സ്-ഹെൻസ്ലൈറ്റ് സൈക്കിളിലേക്ക് പ്രവേശിച്ച് കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് യൂറിയ ഫോം ചെയ്യുന്നു. ആ യൂറിയ ലിവറിൽ നിന്നും ബ്ലഡിലേക്ക് റിലീസ് ആകുന്നു. അപ്പൊ ബ്ലഡിലേക്ക് യൂറിയ എത്തുന്ന വഴിയെ കുറിച്ചാണ് പറയുന്നത്. ലിവറിനുള്ളില് പ്രധാനമായിട്ട് ലിവറിനുള്ളിലാണ്, കിഡ്നിയിൽ നടക്കുന്നുണ്ട്, ലിവറിനുള്ളിലാണ് പ്രധാനമായിട്ട് സൈക്കിൾ നടക്കുക. അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ക്രെബ്സ്-ഹെൻസ്ലൈറ്റ് സൈക്കിൾ വഴി ലിവറിൽ വെച്ച് യൂറിയ ആയി മാറുന്നു. ആ യൂറിയ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. കിഡ്നി എക്സ്ക്രീറ്റ് യൂറിയ ത്രൂ യൂറിൻ. അങ്ങനെ ബ്ലഡിലേക്ക് റിലീസ് ആകുന്ന ഈ യൂറിയ കിഡ്നിയിൽ എത്തിക്കഴിയുമ്പോൾ കിഡ്നി അതിനെ ഫിൽട്ടർ ചെയ്ത് യൂറിൻ വഴി പുറന്തള്ളുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ കാറ്റബോളിസത്തിന്റെ വേസ്റ്റ് മെറ്റീരിയലായ യൂറിയ യൂറിൻ വഴി പുറന്തള്ളപ്പെടുന്നു. അപ്പൊ കിഡ്നിയെ സംബന്ധിച്ച് കിഡ്നിയുടെ റോള് എന്നുള്ളത് ലിവർ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് സിന്തസൈസ് ചെയ്ത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന യൂറിയ എന്ന് പറയുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെ ശരീരത്തിൽ നിന്നും യൂറിൻ വഴി പുറന്തള്ളുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ. ഇപ്പൊ യൂറിയ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ സംബന്ധിച്ച് കിഡ്നി ചെയ്യുന്നത് അതിനെ പുറന്തള്ളുക അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ്. യൂറിയ എസ്റ്റിമേഷന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം ഒന്ന് നോക്കുക. നോർമൽ ബ്ലഡിലുള്ള യൂറിയയുടെ കോൺസെൻട്രേഷൻ 15 to 40 15 മുതൽ 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. നോർമലി കാണുന്നത് 15 മുതൽ 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. യൂറിയ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. ആ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷനെ നാം യുറീമിയ എന്നാണ് വിളിക്കുന്നത്. ഇൻക്രീസ്ഡ് യൂറിയ കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ് ഈസ് കോൾഡ് യുറീമിയ. ഈ യുറീമിയെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പ്രീ റീനൽ, റീനൽ, പോസ്റ്റ് റീനൽ, അങ്ങനെ മൂന്നായിട്ട് യുറീമിയെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കിഡ്നിക്ക് മുമ്പുള്ള റീസൺസ്, അതായത് ബ്ലഡിലേക്ക് യൂറിയ എത്തുന്നതിന്റെ അളവ് കൂടുന്ന അവസ്ഥ, അത് പ്രീ റീനൽ ആണ്. കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് ബ്ലഡിൽ യൂറിയ കൂടുന്നുണ്ടെങ്കിൽ അത് റീനൽ യുറീമിയാണ്. കിഡ്നിക്ക് ശേഷം, അതായത് കിഡ്നി ഫിൽട്ടർ ചെയ്ത് പുറന്തള്ളിയതിനു ശേഷം ഏതെങ്കിലും രീതിയിൽ പിന്നീട് ആ യൂറിയ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട് യൂറിയയുടെ അളവ് കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസ്റ്റ് റീനൽ യുറീമിയ എന്നാണ് വിളിക്കുക. യുറീമിയ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങള് റീനൽ ഡിസീസുകൾ, അതായത് കിഡ്നിയുടെ രോഗങ്ങള്, യൂറിനറി ഒബ്സ്ട്രക്ഷൻ, കിഡ്നിയിൽ നിന്നും യൂറിൻ പുറത്തേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആ യൂറിൻ കെട്ടിക്കിടക്കുകയും യൂറിയയെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യാം. മറ്റൊരു കാരണം ബേൺസ്, സിവിയർ ആയിട്ടുള്ള ബേൺസ് ഉണ്ടായി കഴിഞ്ഞാൽ യൂറിയയുടെ അളവ് കൂടാറുണ്ട്. ഇനി യൂറിയയുടെ അളവ് കുറയുന്ന കണ്ടീഷൻസ് ആണ് ഡിക്രീസ്ഡ് ഇൻ ലിവർ ഡിസീസ്. നമുക്കറിയാം പ്രധാനമായിട്ട് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ലിവറിന് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ യൂറിയയുടെ അളവ് ബ്ലഡിൽ കുറയാനുള്ള സാധ്യതയുണ്ട് ലിവർ ഡിസീസുകളിൽ. അതുപോലെ പ്രഗ്നൻസിയിൽ ഹീമോ ഡയലൂഷൻ, ബ്ലഡിന് ഡയലൂഷൻ സംഭവിക്കുന്നതുകൊണ്ട് യൂറിയയുടെ അളവ് ബ്ലഡിൽ കുറയുന്നു. യൂറിയയുടെ അളവ് ബ്ലഡിൽ കൂടുന്ന കണ്ടീഷനാണ് യുറീമിയ. ഈ യുറീമിയ 3 രീതിയിലുള്ള യുറീമിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രീ റീനൽ, റീനൽ ആൻഡ് പോസ്റ്റ് റീനൽ. പ്രധാനപ്പെട്ട യുറീമിയക്ക് കാരണമാകുന്ന കണ്ടീഷൻസ് കിഡ്നി രോഗങ്ങൾ, റീനൽ ഡിസീസസ്, യൂറിനറി ഒബ്സ്ട്രക്ഷൻ, മൂത്രത്തിനുള്ള തടസ്സം, ദെൻ ബേൺസ്. അതുപോലെ യൂറിയയുടെ അളവ് കുറയുന്ന കണ്ടീഷൻസ് ആണ് ലിവർ ഡിസീസ്, പ്രഗ്നൻസി. മെത്തേഡ്സ് ഓഫ് യൂറിയ എസ്റ്റിമേഷൻ. യൂറിയ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി, ബ്ലഡിലുള്ള യൂറിയ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് പ്രധാനമായിട്ട് ലാബുകളിൽ കളറിമെട്രിക് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുക. കളറിമെട്രിക് മെത്തേഡ്
DAM ഡയഅസിറ്റൈൽ മോണോക്സീം എന്ന് പറയുന്ന ഒരു കെമിക്കലുമായിട്ട് യൂറിയ കണ്ടൻസ് ചെയ്ത് ഒരു കളർ ഫോം ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ ആ കളർ നമ്മൾ കളർ മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നതാണ് DAM ഡയഅസിറ്റൈൽ മോണോക്സീം മെത്തേഡ്. മറ്റൊരു മെത്തേഡ് ഉള്ളത് ബെർത്തലോട്ട്സ് മെത്തേഡ്. അത് എൻസൈമാറ്റിക് മെത്തേഡ് ആണ്. യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ച് യൂറിയനെ കൺവേർട്ട് ചെയ്ത് അതിനെ അവസാനം ഒരു കളറഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി ചെയ്യുന്ന ആ മെത്തേഡാണ് എൻസൈമാറ്റിക് മെത്തേഡ്. അത് നമുക്ക് ബെർത്തലോട്ട്സ് മെത്തേഡ് എന്നാണ് അതിന് പറയുക. ഈ ബെർത്തലോട്ട്സ് അല്ലെങ്കിൽ എൻസൈമാറ്റിക് മെത്തേഡ് ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലും സ്പെക്ട്രോഫോട്ടോമീറ്ററിലും ഒക്കെ നമുക്ക് കൈനറ്റിക് അസേ ആയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. കളറിമെട്രിക് റിയാക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. അതിനെ കൈനറ്റിക് മെത്തേഡ് ആയിട്ടും നമുക്ക് മാറ്റാവുന്നതാണ്. ഓർക്കുക, നമ്മൾ രണ്ട് രീതിയിൽ എസ്റ്റിമേഷൻ പഠിച്ചിരുന്നു. എൻഡ് പോയിന്റും അതുപോലെ തന്നെ കൈനറ്റിക്കും പഠിച്ചിരുന്നു. ഈ ബെർത്തലോട്ട് മെത്തേഡ് നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാൻ പറ്റും. DAM അല്ലെങ്കിൽ ഡയഅസിറ്റൈൽ മോണോക്സീം മെത്തേഡ് അത് ഒരു എൻഡ് പോയിന്റ് മെത്തേഡ് ആണ്. അതിനെ നമുക്ക് കൈനറ്റിക് മെത്തേഡിൽ ഉപയോഗിക്കാനാവില്ല. കോമൺ ആയിട്ട് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് ബെർത്തലോട്ട് മെത്തേഡ് ഓഫ് യൂറിയ എസ്റ്റിമേഷൻ ആണ്. ബെർത്തലോട്ട് മെത്തേഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ബെർത്തലോട്ട് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ നോക്കുക. ഇതൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. യൂറിയേസ്, ഇതിൽ കാണുന്ന ഈ കിറ്റില് യൂറിയേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. യൂറിയേസ് എൻസൈം ഹൈഡ്രോലൈസസ് യൂറിയ ടു അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. യൂറിയേസ് എൻസൈമിന്റെ ആക്ഷൻ കൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. യൂറിയേസ് എൻസൈമിന്റെ ആക്ഷൻ കൊണ്ട് ഈ എൻസൈം യൂറിയനെ ആക്ട് ചെയ്തിട്ട് അതിനെ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. The ammonia formed further react with phenolic chromogen. ഈ ഇങ്ങനെ ഫോം ചെയ്യുന്ന അമോണിയ ഒരു ഫിനോളിക് ക്രോമജനുമായിട്ട് ഹൈപ്പോക്ലോറൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. ഫിനോളിക് ക്രോമജൻ ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ്. The ammonia formed reacts with phenolic chromogen and hypochlorite to form a green colored complex. The intensity of color formed is directly proportional to amount of urea present in the sample. അപ്പൊ ആ കളർ നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രമാത്രം യൂറിയ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കുക. യൂറിയേസ് എൻസൈം സ്പ്ലിറ്റ് യൂറിയ ഇൻടു അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. The ammonia react with the phenolic chromogen and hypochlorite to form a green colored complex. That green color is measured colorimetrically. In Berthelot's method, requirements are buffer reagent, enzyme reagent, chromogen reagent, urea standard 40 mg per deciliter ഉള്ള urea standard ആണ് നാം ഉപയോഗിക്കുക. വർക്കിംഗ് റിയേജന്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ a working enzyme reagent may be made by pouring 1 bottle of enzyme reagent into 1 bottle of buffer reagent. ഒരു ബോട്ടിൽ എൻസൈം റിയേജന്റും ഒരു ബോട്ടിൽ ബഫർ റിയേജന്റും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് എൻസൈം റിയേജന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ടാണ് റിയേജന്റ് നമുക്ക് കിട്ടുക. അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കിംഗ് റിയേജന്റ് ആയി. വർക്കിംഗ് റിയേജന്റ് ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ടാണ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലഭ്യമാക്കുന്നത്. സാമ്പിൾ യൂസ്ഡ് സിറം അല്ലെങ്കിൽ പ്ലാസ്മ നമുക്ക് സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. ഇനി പ്രൊസീജിയർ നമുക്ക് നോക്കാം. പ്രൊസീജിയർ 3 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് T അഥവാ ടെസ്റ്റ് എന്ന് മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് S അഥവാ സ്റ്റാൻഡേർഡ് എന്ന് മാർക്ക് ചെയ്യുക. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് B അഥവാ ബ്ലാങ്ക് എന്ന് മാർക്ക് ചെയ്യുക. 3 ടെസ്റ്റ് ട്യൂബിലേക്കും, ടെസ്റ്റിലേക്കും സ്റ്റാൻഡേർഡിലേക്കും ബ്ലാങ്കിലേക്കും 1 ml വീതം എൻസൈം റിയേജന്റ്, ആ വർക്കിംഗ് റിയേജന്റ് 1 ml വീതം നാം എടുക്കുന്നു. ഒരു ഓട്ടോമാറ്റിക് പിപ്പറ്റ് ഉപയോഗിച്ചെടുക്കുക. അതിനുശേഷം ടെസ്റ്റ് എന്ന് എഴുതിയ ആ ട്യൂബിലേക്ക് 10 മൈക്രോ ലിറ്റർ 0.01 ml പ്ലാസ്മ അല്ലെങ്കിൽ സിറം നമ്മൾ ആഡ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡിലേക്ക് 10 മൈക്രോ ലിറ്റർ സ്റ്റാൻഡേർഡ്, അതായത് 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഉള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ബ്ലാങ്കിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുന്നു. മിക്സ് വെൽ ആൻഡ് ഇൻക്യുബേറ്റ് for 5 minutes at 37 degrees centigrade or 10 minutes at room temperature. ഇപ്രകാരം ആഡ് ചെയ്ത ആ സാമ്പിളും റിയേജന്റും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡും റിയേജന്റും നമ്മൾ വെൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം 37 ഡിഗ്രി സെന്റിഗ്രേഡിൽ 5 മിനിറ്റ് ഇൻക്യുബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് ഇൻക്യുബേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഇൻക്യുബേഷൻ ശേഷം പിന്നീട് നാം ചെയ്യേണ്ടത്
ക്രോമജൻ റിയേജന്റ്, അതിൽ മൂന്നാമത്തെ റിയേജന്റ് ആണ് ക്രോമജൻ റിയേജന്റ്. അത് ആഡ് ചെയ്യുക. ക്രോമജൻ റിയേജന്റ് 0.2 ml വീതം ഓരോ ട്യൂബിലേക്കും ആഡ് ചെയ്യുക. ടെസ്റ്റിലേക്കും സ്റ്റാൻഡേർഡിലേക്കും ബ്ലാങ്കിലേക്കും 0.2 ml വീതം ആഡ് ചെയ്യുക. Mix well and incubate for 5 minutes at 37 degrees centigrade or 10 minutes at room temperature. അതിനുശേഷം വീണ്ടും ഒരു ഇൻക്യുബേഷനും മിക്സിംഗും ഇൻക്യുബേഷനും നടത്തുക. Measure the absorbance of standard and test against blank at 578 nanometer. അത് മെഷർ ചെയ്യാൻ വേണ്ടി കളറിമീറ്ററിലെ ഫിൽറ്റർ നമ്മൾ ഉപയോഗിക്കേണ്ടത് 578 നാനോമീറ്റർ ഉള്ള ഫിൽറ്റർ ആണ് ഉപയോഗിക്കുക. ഈ ഫിൽറ്റർ ഉപയോഗിച്ച് സീറോ സെറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് ഉപയോഗിക്കുക. അതിനുശേഷം ടെസ്റ്റും സ്റ്റാൻഡേർഡും നമ്മൾ റീഡ് ചെയ്യുക. അരമണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിൽ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ കളർ ഫെയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാൽക്കുലേഷൻ സാധാരണ കളറിമെട്രി നമ്മൾ ചെയ്യുമ്പോൾ അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് ഡിവൈഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു 40. ദിസ് 40 is the concentration of standard. സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ 40 ആണ്. ആ 40 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ നോർമൽ അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പൊ നോർമൽ വാല്യൂ 15 to 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് അതിന്റെ നോർമൽ വാല്യൂ. ഇതാണ് യൂറിയ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്ന മെത്തേഡ്. പ്രാക്ടിക്കലി ചെയ്യാനുള്ളതാണ് ഈ മെത്തേഡ്. അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഫർദർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതിന്റെ എസ്റ്റിമേഷൻ മെത്തേഡ്, അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയവ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കിഡ്നി ഡിസീസുകളിൽ എല്ലാം തന്നെ യൂറിയയുടെ അളവ് വർദ്ധിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് 100, 200 മില്ലിഗ്രാം ഒക്കെ, അതായത് 40 എന്നുള്ള അപ്പർ ലിമിറ്റ് മാറി 200 മില്ലിഗ്രാം വരെയൊക്കെ യൂറിയയുടെ അളവ് സിവിയർ ആയിട്ടുള്ള റീനൽ ഡിസീസുകളിൽ വർദ്ധിച്ച് കാണാറുണ്ട്.